ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും നന്ദി പറയുകയും നിങ്ങളുടെ ഓരോ കാര്യത്തിനും കൂടെ ഉണ്ടായിരിക്കുമെന്ന് ഏറ്റവും വിശ്വസ്തമായും ഏറ്റവും ന്യായമായും നിങ്ങളുടെ കൂടെ ഇടപെടുമെന്നും വാക്ക് നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ഉപസംഹരിക്കുന്നു. നന്ദി. താങ്ക് യു സോ മച്ച് സർ. ജോസാറിന് പ്രത്യേകമായിട്ടുള്ള നന്ദി പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളും കുടുംബാംഗങ്ങളും ഒക്കെയായി ഏറ്റവും അഭിമാനകരമായൊരു നിമിഷത്തിലാണ് ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് ഇന്ന് ഈ ഉദ്ഘാടന വേളയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. നമ്മുടെ വിശിഷ്ടാതിഥികൾ ഞാൻ അല്പസമയം മുമ്പ് പറയുകയുണ്ടായി, ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ അവർ എത്തിച്ചേരും, വളരെ പെട്ടെന്ന് അവർ വരുമെന്നുള്ളത്. ഇപ്പോൾ ഇനി ആ ഒരു സിഗ്നലിൽ നിന്ന് ഇങ്ങോട്ടെത്താൻ എത്ര സമയം വേണം അല്ലേ? കുറച്ച് സമയം, ആകെ ഒരു ഇച്ചിരി സമയം, 20 സെക്കൻഡോ 2 മിനിറ്റ് വേണ്ടെന്ന് തോന്നുന്നു എനിക്ക്. അപ്പം പെട്ടെന്ന് തന്നെ അവരിങ്ങോട്ടേക്ക് എത്തുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഏറെ സ്നേഹത്തോടെ നമ്മുടെ മാനേജിംഗ് ഡയറക്ടേഴ്സിനെയും കുടുംബാംഗങ്ങളെയും ഒക്കെ വേദിയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിന്റെ 12ാമത്തെ ജ്വല്ലറി ഷോറൂം. ഇന്ന് എവിടെ നോക്കിക്കഴിഞ്ഞാലും തിളക്കത്തിന്റെ വാർത്തകൾ മാത്രമേ നമുക്ക് കാണാനുള്ളൂ. കൊട്ടാരക്കര ഇനി തിളങ്ങും എന്നുള്ളത് തന്നെയാണ് നാട് അല്ലേ? എത്രയോ നാടുകളോടെ വീടാന്തരം നമ്മളത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി തന്നെ ഈ അഭിമാന നിമിഷത്തിലേക്ക് മലയാളത്തിലെ പ്രിയപ്പെട്ട താരങ്ങളായിട്ടുള്ള നവ്യ നായർ, ധ്യാൻ ശ്രീനിവാസൻ രണ്ടുപേരും ഒരുമിച്ചാണ് ഇന്ന് കൊട്ടാരക്കരക്കാരെ കാണാൻ വരുന്നത്. ഇതൊരു വലിയ വേദിയാണ്. പതിറ്റാണ്ടുകളുടെ സുവർണ്ണ പാരമ്പര്യവുമായി ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് നമ്മുടെ മുൻപിൽ എത്തി നിൽക്കുമ്പോൾ ഇന്ന് ഇനോഗറൽ ഓഫറായി ആരംഭിക്കുന്നത് 50 ദിവസത്തെ ഗംഭീരമായ ഓഫറാണ്. ഇത് കേട്ട് എനിക്ക് തോന്നുന്നത് ഈ നാട്ടുകാരോ ഈ ജില്ലക്കാരോ മാത്രമല്ല, പല സ്ഥലങ്ങളിൽ നിന്നും ആളുകളുടെ ഒരു ഒഴുക്ക് ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിലേക്ക് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാൻ ആ ഓഫറിനെ പലതവണ പറഞ്ഞു കഴിഞ്ഞു. ഷോറൂം ഒന്ന് തുറന്നാൽ മതി, ആ ഓഫറിൽ ഗോൾഡ് വാങ്ങാൻ വേണ്ടി ഒത്തിരി പേര് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവിടെ എപ്പോൾ ചോദിച്ചാലും ആര് ചോദിച്ചാലും നല്ല വാർത്തകൾ നമ്മൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കണമെന്നുള്ളതാണ്. അപ്പം നമ്മുടെ കുടുംബത്തിലൊരു കല്യാണം നടക്കുന്നുണ്ടാവും, മറ്റെന്തെങ്കിലും ഫംഗ്ഷൻ നടക്കുന്നുണ്ടാവും. അപ്പം ഇനി സ്വർണം വാങ്ങാൻ നമ്മൾ ഇവിടെ തന്നെയാണ് വരേണ്ടത് എന്നുള്ളൊരു വാർത്ത നിങ്ങൾ എല്ലാവരെയും അറിയിക്കുകയാണ്. 500 രൂപയാണ് നമ്മൾ ഗ്രാമിൽ നിന്ന് കീഴുള്ളത്. അതുമാത്രമല്ല 4000 രൂപയാണ് ഒരു പവന്. അപ്പം അത്രയും ഒരു കുറവ് നൽകിക്കൊണ്ട് ഏറ്റവും വലിയൊരു ഓഫർ നിങ്ങളെ കാത്തിരിക്കുമ്പോൾ ഇന്ന് ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇനോഗ്രേഷന് വേണ്ടി മലയാളത്തിന്റെ സ്വന്തം രണ്ടുപേരും നമ്മളെല്ലാവരെയും കാണാനായിട്ട് കൊട്ടാരക്കരയിലേക്കായി എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. നിറഞ്ഞ മനസ്സോടെ നല്ലൊരു കയ്യടിയോട് കൂടി തന്നെ നമുക്ക് എല്ലാവർക്കും ചേർന്ന് അവരെ വേദിയിലേക്ക് ക്ഷണിക്കാം. എത്രയോ വിജയ സിനിമകളിലൂടെ പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കിക്കൊണ്ട് അത്ഭുതമായി മാറുന്ന വേദികളിലെല്ലാം, നിറഞ്ഞ സദസ്സുകളിലെല്ലാം നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട താരങ്ങളായി മാറിയ നമ്മുടെ സ്വന്തം നവ്യ ചേച്ചി ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇനോഗ്രേഷൻ എത്തുകയാണ്. അതോടൊപ്പം തന്നെ മലയാളത്തിന്റെ സ്വന്തം കുടുംബാംഗം ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും ഒക്കെ എത്രയോ മികച്ച സിനിമകളിലൂടെ പല റോളുകൾ കൈകാര്യം ചെയ്തുകൊണ്ട് സിനിമയുടെ എല്ലാ കഥാപാത്രങ്ങളും നമുക്ക് വേണ്ടി അവതരിപ്പിച്ചുകൊണ്ട് ഒരു കംപ്ലീറ്റ് എന്റർടൈനർ എന്ന് പറയാം ധ്യാൻ ശ്രീനിവാസൻ, നമ്മുടെ സ്വന്തം ധ്യാൻ ചേട്ടൻ. അതോടൊപ്പം തന്നെ നവ്യ നായർ, രണ്ടുപേരും ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇനോഗ്രേഷന് വേണ്ടി എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഒരുപാട് സന്തോഷത്തോടെ അതിലേറെ അഭിമാനത്തോടെ ഞാൻ നവീൻ സാറിനെ റിക്വസ്റ്റ് ചെയ്ത് അവരെ വേദിയിലേക്കായി ക്ഷണിക്കുന്നതിന് വേണ്ടി, സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി. അതോടൊപ്പം തന്നെ നമ്മുടെ കൂടെയുള്ള ധ്യാൻ ചേട്ടൻ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇനോഗ്രേഷനോടനുബന്ധിച്ച് വേദിയിലേക്ക് ഹൃദയപൂർവ്വം ക്ഷണിക്കുകയാണ്. അപ്പൊ ഇന്ന് നവ്യ ചേച്ചിയും ധ്യാൻ ചേട്ടനെ കാണാൻ വേണ്ടിയിട്ട് ഒത്തിരി പേര് പലരും ഇത് ജോലിക്ക് പോയിട്ടില്ല, പലരും ഇത് ക്ലാസ്സിൽ പോയിട്ടില്ല, നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് നമ്മുടെ ഒരു വലിയ വേദിയിലേക്ക് വന്നു നിൽക്കുന്നത്. അങ്ങനെ കൊട്ടാരക്കര കാണാൻ സാധിച്ച ഏറ്റവും വലിയ ആഘോഷമായി മാറുകയാണ് ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഈ അത്ഭുത വേദി. 12ാം ഷോറൂമിന്റെ ഇനോഗ്രേഷൻ നിർവഹിക്കാൻ നമ്മുടെ സ്വന്തം ബാലാമണി, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട Yeah!
എത്രയോ ദിവസങ്ങളായി അവർ കൊട്ടാരക്കരക്കാരെ കാണാൻ വേണ്ടി എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുന്നു. ഞങ്ങൾക്കും വളരെ സന്തോഷം. കുഞ്ഞുനാൾ മുതലേ ധ്യാൻ ചേട്ടൻ സ്വപ്നം കണ്ടതായിരുന്നു നവ്യ ചേച്ചി അല്ലെ, കൊട്ടാരക്കരയിൽ നിങ്ങൾ ഒന്നിക്കുകയാണ്. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ ധ്യാൻ ചേട്ടാ എന്താ പറയാനുള്ള ഈ സമയത്ത് ഇടിമണ്ണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിന്റെ 12th ഷോറൂമിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി നിങ്ങൾ രണ്ടുപേരും വന്നിരിക്കുകയാണ്. ഒരുപാട് സന്തോഷം. പ്ലീസ് ചേട്ടാ, പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ ഇത്രയും സത്യം പറയാൻ ഇത്രയും ജനക്കൂട്ടം പ്രതീക്ഷയില്ല. നിങ്ങൾ മമ്മൂട്ടി മോഹൻലാൽ വരുന്ന അറിഞ്ഞിട്ട് വന്നതാണോ? സന്തോഷം. കഴിഞ്ഞ ദിവസം കൊട്ടാരക്കര, ഞാൻ തിരുവനന്തപുരത്താണ് കുറച്ച് വർഷങ്ങളായി താമസിക്കുന്നത്. അപ്പോൾ എല്ലാ യാത്രകളും ഈ വഴിയാണ്, MC റോഡ് വഴിയാണ് യാത്രകൾ. എപ്പോഴും കൊട്ടാരക്കര ക്രോസ് ചെയ്യുമ്പോൾ ഒരു സമാധാനമാണ്, വീടെത്താറായല്ലോ എന്നുള്ളൊരു ചിന്തയാണ്. എന്തായാലും ഈ വേദി ഒരുപാട് പ്രത്യേകതയുള്ളൊരു വേദിയാണ്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസം എല്ലാവരും അറിഞ്ഞു കാണും, ബോംബെയിൽ മെസ്സി വന്ന് പോയി, കണ്ടു കാണും. ലയണൽ മെസ്സി എന്ന് പറഞ്ഞ ഫുട്ബോൾ പ്രതിഭാസം വന്നു പോയി. അപ്പോൾ എൻ്റെ കൂട്ടുകാരിൽ ഒരാളായ, ഇത് പറയുന്നത് ചിലപ്പോൾ കള്ളമായിട്ട് തോന്നും, പക്ഷെ ഇത് വളരെ സത്യമാണ്. കൂട്ടുകാരൻ ഒരാൾ എന്നോട് ചോദിച്ചു, അവൻ സംഘാടകരിൽ ഒരാളാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു, ഇങ്ങനെ മെസ്സിനെ കാണാൻ വേണ്ടി ഒന്ന് വന്നിട്ടും എനിക്കൊരു അവസരം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് വരാൻ പറ്റില്ല. കാരണം ഈ കൊട്ടാരക്കര 15-ാം തീയതി ഇടിമണ്ണിക്കലിൻ്റെ ഉദ്ഘാടനമുണ്ട്. അപ്പോൾ എന്നോട് ചോദിച്ചു, മെസ്സിയേക്കാൾ വലുതാണോ നിനക്ക് ഈ പറയുന്ന ആളെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ആണ്. കാരണം ഞാൻ ഈ വേദി പങ്കിടുന്ന മലയാള സിനിമയിലെ ഗോട്ട്. കാരണം നവ്യ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പഴയ കുറച്ച് ഇന്റർവ്യൂകൾ, അച്ഛൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ട്, ചെറിയ ശ്രീനിയും വലിയ ലോകവും എന്ന് പറഞ്ഞിട്ട് കൈരളി TVക്ക് വേണ്ടി അച്ഛൻ ചെയ്തൊരു പരിപാടി ഉണ്ടായിരുന്നു. ആ ഇന്റർവ്യൂയിലൂടെയാണ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇന്റർവ്യൂ കരിയർ ആരംഭിക്കുന്നത് തന്നെ അതിലൂടെയാണ്. ആ ഇന്റർവ്യൂവിൽ ഞാൻ ഒരു വാക്ക് പറഞ്ഞിരുന്നു, അന്ന് ഒരുപാട് കല്യാണം കഴിക്കാൻ ഞാൻ ആഗ്രഹിച്ച അല്ലെങ്കിൽ ഞാൻ ഒരുപാട് കൊതിച്ച ഒരാളാണ് നവ്യ നായർ. അന്നത്തെ കാലം നമുക്ക് 3 പേരുണ്ടായിരുന്നുള്ളൂ, നവ്യ നായർ, കാവ്യ മാധവൻ അല്ലെങ്കിൽ മീര ജാസ്മിൻ. ഇവരെ 3 പേരിൽ ഒരാളെ കല്യാണം കഴിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം. പക്ഷെ അത് നടന്നില്ല. എന്തായാലും ഈ വേദി മെസ്സിയെക്കാളും അല്ലെങ്കിൽ എനിക്ക് ആരെക്കാളും വലുത് നവ്യാണ്. അതും കൊട്ടാരക്കടയുടെ മണ്ണിൽ വെച്ച് ഇങ്ങനൊരു അവസരം ഒരുക്കി തന്ന ഇടിമണ്ണിക്കൽ ജ്വല്ലേഴ്സിന് ആദ്യം തന്നെ എൻ്റെ നന്ദി പറഞ്ഞുകൊണ്ട്, ഇടിമണ്ണിക്കലിൻ്റെ 12ാമത്തെ ഷോറൂമാണ്. എനിക്ക് തോന്നുന്നു MC റോഡിൻ്റെ ഈ അറ്റം മുതൽ ഈ അറ്റം വരെ ഇടിമണ്ണിക്കലിന് ഷോറൂമുകളുണ്ട്. അപ്പം സ്വർണം എപ്പോഴും പൊന്നിന് തന്നെ വേണം. അപ്പോൾ സ്വർണം എപ്പോഴും പറയും ഔട്ട്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്ന. എനിക്ക് അവസാന ഓർമ്മയുള്ള സ്വർണത്തിന് ഒരു പവന് 17,000 രൂപയോ 15,000 രൂപയുള്ള സമയമായിരുന്നു. പിന്നെ ഇപ്പൊ നോക്കുമ്പോൾ സ്വർണത്തിന് ഒരു പവന് 1,00,000 രൂപ അടുപ്പിച്ചായി. അപ്പം ഗോൾഡ് ഒരിക്കലും ഔട്ട്ഡേറ്റഡ് ഇൻവെസ്റ്റ്മെന്റ് അല്ല. അപ്പം എന്തായാലും നിങ്ങളെല്ലാവരും വന്ന് പൊന്ന് വാങ്ങുക, പണക്കാരാകുക. ഭാവിയിൽ ഇവരുടെ സേവന പാരമ്പര്യം നോക്കുമ്പോൾ കുറച്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആൾക്കാരാണ്. തീർച്ചയായിട്ടും എല്ലാവരും ആശംസകളും. 12ാമത്തെ ഷോറൂമിന് ഈ കൊട്ടാരക്കര വരാൻ കഴിഞ്ഞവരും എല്ലാവരെയും കാണാൻ കഴിഞ്ഞവരും ഒരുപാട് സന്തോഷം അറിയിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും വിശ്വാസമായി കടന്നു വരുന്നു. ധ്യാൻ ചേട്ടൻ കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായി കൊതിച്ചിരുന്ന ഒരു ഡ്രീം കം ട്രൂ മൊമെന്റ് ആണ് മെസ്സിയേക്കാൾ ഉയരങ്ങളിൽ. അങ്ങനെയാണ് നവ്യ ചേച്ചി പറഞ്ഞിരിക്കുന്നത്. നവ്യ ചേച്ചി, താങ്ക് യു സോ മച്ച് ചേച്ചി. ആസ് യൂഷ്വൽ ബാലാമണി, ഞങ്ങളുടെ ബാലാമണി അന്നും ഇന്നും എന്നും ഞങ്ങൾക്ക് ഒരുപോലെയാണ്. നമ്മുടെ നവ്യ ചേച്ചിക്ക് ഒരു കൈയടി കൊടുക്കാൻ നിങ്ങൾ എല്ലാവരും. താങ്ക് യു ധ്യാൻ ഫോർ യുവർ വേർഡ്സ്. പക്ഷെ അതൊന്നല്ല എനിക്കറിയാം. അതായത് ആരെ പറ്റിയിട്ടാണ് പറഞ്ഞതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും മുകേഷ് ചേട്ടൻ പറഞ്ഞൊരു കഥയുണ്ട്. അതായത് ഒരു നടൻ ഒരു പരിപാടിക്ക് പുറത്ത് ദുബായോ സൗദിയോ പോലൊരു സ്ഥലത്തേക്ക് അദ്ദേഹത്തിനെ വിളിച്ചിരിക്കാം. അപ്പോൾ അദ്ദേഹം അവിടെ പോയി പാട്ട് പാടണം, ഇതുപോലെ പ്രസംഗിക്കണം ഒക്കെ ചെയ്യണം. അപ്പോൾ അദ്ദേഹത്തിനെ വിളിച്ചിട്ട് അദ്ദേഹത്തിന് ഭയങ്കര ത്രോട്ട് ഇൻഫെക്ഷൻ ആയി. അപ്പോൾ ത്രോട്ട് ഇൻഫെക്ഷൻ ആയിട്ട് ഇനി പോകാൻ പറ്റില്ല എന്നുള്ള ഇങ്ങനെ ഒന്നില്ലേ? ഫ്രണ്ട് ബെഡ്സിൽ കുറച്ചിട്ടേക്ക്.
കൊട്ടാരക്കരയിൽ ഇടിമണ്ണിക്കൽ ജുവല്ലേഴ്സിൻ്റെ ഉദ്ഘാടനം ആരംഭിക്കാൻ പോവുകയാണ്. കൊട്ടാരക്കരക്കാരെ കാണാനായിട്ട് എത്താൻ പോവുകയാണ് അല്ലേ. അപ്പോൾ ഒരുപാട് സ്വപ്നങ്ങളോട് കൂടി തന്നെ ഇനി വരാനിരിക്കുന്ന ഒരു പുതുവർഷമാണ് 2025. പതുക്കെ പതുക്കെ കലണ്ടറിൽ നിന്ന് ഓരോരോ ദിവസങ്ങൾ ഇങ്ങനെ മാറി പോയി പുതുവർഷത്തിലേക്ക് ഇതേ നമ്മുടെ കയ്യെത്തും ദൂരത്ത് എത്തിയെന്ന് പറയാം. പിന്നെ നെക്സ്റ്റ് വീക്കൊക്കെ കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ന്യൂ ഇയറിൻ്റെ ആഘോഷത്തിലേക്കാണ്, ക്രിസ്മസ് വരാൻ പോകുന്നു. അങ്ങനെ എന്തുകൊണ്ടും ആഘോഷങ്ങളുടെ തിരക്കിനിടയിലും കൊട്ടാരക്കരക്കാർ ഇന്ന് ഇത്രയും വലിയൊരു സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നമുക്ക് എന്നും മാതൃകയായ വലിയൊരു പാരമ്പര്യമുള്ള ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ ഏറ്റവും പുതിയ ജ്വല്ലറി ഷോറൂം എത്ര ഭംഗിയായിട്ടാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ, അത് ഇൻറ്റീരിയർ ആണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും വളരെ പുതുമകളോട് കൂടി തന്നെ അത് നമുക്ക് എല്ലാവർക്കുമായിട്ട് ഒരുക്കിയിരിക്കുകയാണ്. എല്ലാ കസ്റ്റമേഴ്സിനും വന്ന് സമാധാനപരമായി സന്തോഷത്തോടെ കസ്റ്റമർ സർവീസിൻ്റെ മികച്ച എക്സ്പീരിയൻസോടെ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിന്റെ യുണീക്ക് ആയിട്ടുള്ള ഡിസൈനർ കളക്ഷൻസ് സ്വന്തമാക്കാനുള്ള ഏറ്റവും വലിയ അവസരം നിങ്ങളെ കാത്തിരിക്കുകയാണ്. ഇന്ന് ഇനോഗ്രേഷൻ ഡേ മുതലേ 50 ദിവസങ്ങളിൽ നീണ്ടു നിൽക്കുന്ന ഏറ്റവും മികച്ച ഓഫറാണ്. ഗ്രാമിന് 500 രൂപ കിഴിവാണ്. ഇനി പവൻ എടുത്താലോ?